ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ കോഡുകൾ. ഓക്കെ, കോഡുള്ള ഫോൾഡർ ഇതാണ്. എക്സാം എന്ന് പറഞ്ഞ് ഇതിനകത്താണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ആദ്യം കിടക്കുന്ന ഈ പൈക്യാഷെ എന്ന് പറയുന്നത് അത് നമ്മുടെ സ്ട്രീംലിറ്റിൻ്റെ ഭാഗമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ നോക്കണ്ട, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതല്ല, അത് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് അത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ വരുന്ന ഫോൾഡറിനകത്താണ് നിങ്ങളുടെ ക്വിസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ബേസിക്കലി HTML-ലും ജാവാസ്ക്രിപ്റ്റിലുമാണ് ചെയ്തിട്ടുള്ളത്. ഈ index.html എന്ന് പറയുന്ന ഒരു HTML ഡോക്യുമെൻ്റാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയലാണ് ഈ questions.js. അതൊരു ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്. അതാണ് നമ്മൾ എക്സ്റ്റൻഷൻ .js എന്ന് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നോട്ട് പാഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഈ ഒരു രൂപത്തിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ക്വസ്റ്റ്യനും അതിന് നമ്പർ ഉണ്ടാവും. തന്നെയാണ് നമ്മൾ നമ്പർ എന്ന് കൊടുത്തേക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ, പിന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, ഓപ്ഷൻസ് താഴെ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യേണ്ട ഫയൽ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, അഡ്മിൻ പാനൽ ഉപയോഗിച്ചിട്ട്. പിന്നെ ബാക്കിയൊക്കെ അതിൻ്റെ സപ്പോർട്ട് ചെയ്ത് CSS ഫയലാണ്. ബാക്കി ഒക്കെ അതിന് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്തൊരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ജാവാസ്ക്രിപ്റ്റ് ഫയലും ഉണ്ട്. ഓക്കെ, അത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രധാനമായിട്ട് നമുക്ക് ഈ എക്സാം നടക്കുന്ന സമയത്ത് അതിൽ സ്റ്റാർട്ട് ബട്ടൺ, ഓക്കെ, സ്റ്റാർട്ട് നമ്മൾ പ്രസ് ചെയ്യുമല്ലോ, അങ്ങനത്തെ ബട്ടൺസ്, അതേപോലെ തന്നെ ഇതിൻ്റെ ടൈമർ ഉണ്ടല്ലോ, ടൈമർ, പിന്നെ ഈ ഓപ്ഷൻസ് കാണിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് എക്സിറ്റ് ബട്ടൺ, പോപ്പ് ഇൻഫോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവമുണ്ട്. ക്വിസ് ബോക്സ്, ക്വിസ് സെലക്ഷൻ, റിസൾട്ട് ബോക്സ്, ട്രൈ അഗെയിൻ ബട്ടൺ, പിന്നെ ഹോം ബട്ടൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോഡാണ് ഇത്. കണ്ടല്ലോ, അത് ഓരോ ബട്ടൺസും നമ്മൾ ആഡ് ചെയ്യുന്നതിൻ്റെ, അതല്ലെങ്കിൽ ഓരോ ബട്ടൺസ് അതേപോലെ തന്നെ അതിനകത്ത് വരുന്ന ഫങ്ഷണാലിറ്റീസ് ഓരോന്നും ഓരോ ഫങ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ബട്ടൺ, സ്റ്റാർട്ട് ബട്ടൺ, ഇത് എക്സിറ്റ് ബട്ടൺ, ഇത് കണ്ടിന്യൂ ബട്ടൺ, പിന്നെ ട്രൈ അഗെയിൻ ബട്ടൺ, അത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് ഓരോന്നിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ട്രൈ അഗെയിൻ കൊടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ കൗണ്ട് എന്താവും, 0 ആവും. എന്നിട്ട് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 1 ആവും. പിന്നെ സ്കോറും 0 ആവും, റീസെറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് വീണ്ടും ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഹോം ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഹോമിലേക്ക് പോവും. ഓക്കെ, ഫസ്റ്റ് പേജിൽ എന്താണോ, എന്നിട്ട് ഇതെല്ലാം റീസെറ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ ബാക്കിലോട്ട് പോവുക. ഇതിൽ കുറേ ഫയൽ കിടപ്പുണ്ട്. ബട്ട് ഇതിലെല്ലാ ഫയലും, ഇതിൽ കുറച്ചൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടതാണ്. അപ്പോൾ ഈ അഡ്മിൻ എന്ന് പറഞ്ഞ പേരിൽ 3 എണ്ണം ഉണ്ടാവും. ഇതിൽ നിങ്ങളുടെ കോഡെന്ന് പറയുന്ന അഡ്മിനാണ്. ഓക്കെ, ഈ അഡ്മിൻ എന്നും അഡ്മിൻ ഓയും അത് ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇട്ടതാണ്. അത് നിങ്ങൾ നോക്കണ്ട. ഇതിൻ്റെ മെയിൻ ഫയൽ എന്ന് പറയുന്നത് ഈ app.py എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ്. ഓക്കെ, ഇതിലാണ് നമ്മൾ സ്ട്രീംലിറ്റിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഹോം പേജ്. നിങ്ങൾ ആദ്യം ഈ ഒരു ഇത് ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റൺ ചെയ്യുന്ന ഫയലും ഈ app.py ആണ്, ലോഡാവുന്നതും ഇതാണ്. ഇതിനകത്താണ് നമ്മൾ ഈ മെനു ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനകത്ത് കുറേ ലൈബ്രറീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രീംലിറ്റ്, അതേപോലെ തന്നെ സ്ട്രീംലിറ്റിനകത്തുള്ള വേറെ കുറേ സംഭവങ്ങളാണ്. അതാണ് ഓരോ, അതായത് വീഡിയോ ട്രാൻസ്ഫോമർ ബേസ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് ക്ലാസ്സുകൾ ഇതിനകത്തുണ്ട്. അതിനെയൊക്കെ നമ്മൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അടുത്ത് ടൈം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടൈമുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും സെറ്റിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ രജിസ്റ്റർ യൂസർ, ലോഗിൻ യൂസർ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയലാണ്. അതിനകത്ത് രജിസ്റ്റർ യൂസർ, ലോഗിൻ യൂസർ എന്ന് പറഞ്ഞ 2 ഫംഗ്ഷനുണ്ട്. അത് ഇതിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ രജിസ്ട്രേഷനും ലോഗിനും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വെബ് ക്യാം എന്ന് പറയുന്നത് ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫയലാണ്. അതിൻ്റെ ഉള്ളടക്കം ഞാൻ കാണിച്ചു തരാം. പിന്നെ അഡ്മിൻ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഒരു ഫയലാണ്. അതിനകത്ത് നിന്ന് ഉള്ള ഫംഗ്ഷനായിട്ടുള്ള മാനേജ് അഡ്മിൻ പാനലാണ് നമ്മളിതിനകത്തേക്ക് വിളിച്ചിട്ടുള്ളത്. പിന്നെ ഡാറ്റാബേസ് എന്ന് പറയുന്നതും ശരിക്കും നമ്മളൊരു കോഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് init db എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. init db ഈ ഡാറ്റാബേസിന് ഇനിഷ്യലൈസ് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. അതിലെ കണക്ഷനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കും. അതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ st.title എന്ന് കിടക്കുന്നത് നമ്മുടെ ടൈറ്റിൽ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടൈറ്റിൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്, സ്ട്രീംലിറ്റിനകത്തുള്ള സംഭവമാണ്. അപ്പോൾ അതിനകത്തുള്ളതാണ് ഈ ഫേസ് ഓതൻറ്റിക്കേഷൻ.
പിന്നെ ഇതിനൊരു മെനു ഉണ്ട്. മെനുവിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. രജിസ്റ്റർ, ലോഗിൻ, അഡ്മിൻ, ഇത് 3 ഇതിനകത്തുള്ളത്. പിന്നെ ചോയ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ബാറിൽ ഒരു സെലക്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ സെലക്ഷൻ ബോക്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷൻസ് ആയിരിക്കും വരിക: രജിസ്റ്റർ, ലോഗിൻ, അഡ്മിൻ. ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. ഓക്കെ. പിന്നെ അടുത്ത് നമ്മുടെ ചോയ്സിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്താവണം എന്നുള്ളതാണ് താഴോട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചോയ്സ് രജിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈറ്റിലും എഴുതി കാണിക്കണം, രജിസ്റ്റർ എ ന്യൂ യൂസർ. പിന്നെ അതേപോലെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരണമല്ലോ, അതാണ് st.text ഇൻപുട്ട്. അതിൻ്റെ സൈഡിൽ നമുക്ക് യൂസർ നെയിം എന്ന് എഴുതിയിരിക്കും, തൊട്ട് താഴെ പാസ്വേഡ്. പിന്നെ ഇതിൻ്റെ താഴെ രജിസ്റ്റർ ആസ് അഡ്മിൻ എന്ന് പറഞ്ഞൊരു ചെക്ക് ബോക്സ് ഉണ്ട്. നമുക്ക് അഡ്മിനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അടുത്ത് വരുന്നത് ഇവിടെ ഒരു വെബ് ക്യാമിൻ്റെ പ്രിവ്യൂ കാണിക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. അല്ല, നമ്മൾ ആ വെബ് ക്യാം ഓൺ ആവുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് വെബ് RTC സ്ട്രീമർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അത് നമ്മുടെ വെബ് ക്യാം എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, അതിനകത്ത് നിന്നാണ് നമ്മളിതിനെ കോൾ ചെയ്യുന്നത്. ഓക്കെ. അതിന് നമ്മൾ മുകളിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത അതിൻ്റെ താഴെ ഒരു ക്യാപ്ചർ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 10 സെക്കൻഡിനുള്ളിൽ ആ ഒരു ആ ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്യും. ഫേസിൻ്റെ ആ ഒരു ഇത് ക്യാപ്ചർ ചെയ്യും. ക്യാപ്ചർ ചെയ്ത ഇമേജ് അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇമേജ് ക്യാപ്ചേർഡ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും. ഓക്കെ. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് രജിസ്റ്റർ യൂസർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇതിനകത്തുണ്ട്. അതിനകത്ത് യൂസർ നെയിം, നമ്മൾ കൊടുത്ത പാസ്വേഡ്, പിന്നെ ക്യാപ്ചർ ചെയ്ത ഇമേജ് കൂടെ ഈസ് അഡ്മിൻ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വാരിയബിളും കൂടെ നമ്മൾ കൊടുക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ യൂസർ നെയിം ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് കൊടുക്കുമ്പോൾ ഏത് ടൈപ്പ് യൂസർ ആണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. അതായത് യൂസറാണോ അതോ അഡ്മിൻ ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. പാസ്വേഡ് കറക്റ്റ് ആണോ, അതിനകത്ത് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജ് ഉണ്ടല്ലോ അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ എലിഫ് ചോയ്സ് ഈക്വൽ ടു ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ. ഇത് രജിസ്ട്രേഷൻ്റെ അല്ലായിരുന്നോ? ഓക്കെ. അപ്പോൾ രജിസ്ട്രേഷൻ്റെ ഇതിൽ ലോഗിനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സെയിം സംഭവം തന്നെയാണ്. ലോഗിന് രജിസ്ട്രേഷൻ തമ്മിലുള്ള വ്യത്യാസം ആകപ്പാടെ വരുന്നത് ഇതിനകത്ത് വരുന്ന ഈ ഫങ്ഷൻസ് മാറും. ഇപ്പോൾ രജിസ്റ്റർ യൂസറിനകത്താണെന്നുണ്ടെങ്കിൽ പുതിയൊരു യൂസറിന് എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. അതായത് നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ ആ ഡാറ്റാ ബേസിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെക്ക് ചെയ്യും. ഓക്കെ. ഈ കറക്റ്റായിട്ടുള്ള യൂസർ തന്നെയാണോ വന്നിട്ടുള്ളത്, ആളുടെ ഫേസ് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതിനുള്ള സംഭവമാണ്. ഈ ലോഗിനും രജിസ്ട്രേഷനും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ വരുന്നത് ഈ അഡ്മിൻ പാനലാണ്. അഡ്മിൻ പാനൽ, മാനേജ് അഡ്മിൻ പാനൽ, അത് പ്രത്യേക ഒരു ഫയലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ലെങ്ത് കൂടും. അപ്പോൾ മാത്രമല്ല നമുക്ക് എറർ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഓരോന്നിനും ഓരോ ഫയലിലാക്കിയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഓരോ ഫയലായിട്ട് നമുക്ക് നോക്കാം. ഇതിൽ അഡ്മിൻ എന്ന് പറഞ്ഞതാണ് ആദ്യം കിടക്കുന്നത്. ഇത് നമ്മുടെ ഈ ഒരു അഡ്മിൻ പാനലില്ലേ, ആ ഫയലുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് SQLite 3 യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ SQLiteനകത്താണ് അതാണ് നമ്മുടെ ഡാറ്റാ ബേസായിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ SQLite 3 നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ ഹാഷ് ലിബ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് നമ്മൾ ഹാഷ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ ഡാറ്റാ ബേസിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഡാറ്റാ ബേസ് ഫയൽ അറിയാതെ വേറെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് ഈസി ആയിട്ട് പാസ്വേഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിത് ഹാഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഹാഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഒരു എൻക്രിപ്ഷൻ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് ചെയ്ത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അതൊരു കോഡഡ് ഫോർമാറ്റിലോട്ട് മാറ്റും. പിന്നെ സ്ട്രീംലിറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. OS നമുക്ക് ഫയൽ എന്തെങ്കിലും ഓപ്പൺ ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ OSും സബ് പ്രോസസ്സും ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതിനകത്ത് നമ്മൾ JS ഫയലൊക്കെ ഉണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കൊടുക്കത്തില്ലേ, അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് റൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ questions.py എന്ന് പറയുന്ന ആ ഒരു ഫയൽ ഇതിനകത്തുണ്ട്. അത് വെച്ചിട്ടാണ് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഡിസ്പ്ലേ ചെയ്യാനും അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ആ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ ആഡഡ് സക്സസ്ഫുള്ളി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. പിന്നെ ഇതാണ് വ്യൂ എല്ലാം അതേപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ കോഡുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ അഡ്മിൻ്റെ ഒരു ഫംഗ്ഷൻ, അതായത് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞല്ലോ, നമ്മൾ
ഏത് ടൈപ്പ് യൂസറാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് അഡ്മിനാണോ യൂസറാണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. ഇപ്പം അഡ്മിൻ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ്. ഓക്കെ, ഹാഷ്ഡ് പാസ്വേഡ് ഹാഷ് ചെയ്തിട്ടാണ് കറക്റ്റാണോ എന്നുള്ളത് നോക്കുന്നത്. ഓക്കെ, ഇവിടെ അതിൻ്റെ SQL ക്വറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെലക്ട് ഈസ് അഡ്മിൻ ഫ്രം യൂസർ വെയർ യൂസർ നെയിം. അതപ്പോൾ അഡ്മിൻ ആണോ ഇല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ റിസൾട്ട് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, അഡ്മിൻ ആയിരിക്കും. അല്ല 0 ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, അഡ്മിൻ അല്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ഫോൾസ് ആയിട്ട് വരും. പിന്നെ വ്യൂ യൂസർ, അപ്പോൾ അതിനകത്ത് യൂസറിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാണിക്കുമല്ലോ. ഈ users.db എന്ന് പറയുന്നതാണ് നമ്മുടെ ഡാറ്റാബേസ് ഫയൽ. അതിൽ നിന്ന് സെലക്ട് ID യൂസർ നെയിം ഈസ് അഡ്മിൻ ഫ്രം യൂസേഴ്സ് അങ്ങനെ ഫെച്ച് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. ഇനി ഈ ഡാറ്റാബേസ് അവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് എറർ കാണിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ്. നമുക്ക് അവിടെ ഉണ്ട്, അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടും. ഇത് പിന്നെ ഡിലീറ്റ് യൂസർ എന്ന് പറഞ്ഞ സെക്ഷനാണ്. യൂസറിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഡിലീറ്റ് ഫ്രം യൂസർ വെയർ ID =, ഇതാണ് സംഭവം. ഇത് ഡാറ്റാബേസുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, അതിനകത്ത് ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ സംഭവം ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അടുത്ത് അഡ്മിൻ പാനൽ മാനേജ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അതായത് അതിൻ്റെ ആ ഒരു ലേ ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഹെഡർ, ക്വസ്റ്റ്യൻ മാനേജ്മെൻറ്റ്, പിന്നെ ബട്ടൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫംഗ്ഷനകത്ത് വരുന്നത്. ഓക്കെ, ഇത് അതിൻ്റെ കോഡിലൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ യൂസേഴ്സ് ആണെങ്കിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യണം, അഡ്മിൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പിന്നെ ഡിലീറ്റ്, അത് ആ ഒരു ലേ ഔട്ടിൻ്റെ ഇതൊക്കെയാണ്. ഓക്കെ, മെയിൻലി അതൊക്കെയാണ് വരുന്നത് അഡ്മിൻ പാനൽ. ഇതിൽ അഡ്മിൻ്റെ കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, യൂസറിൻ്റെ കാര്യം വരുന്നില്ല. യൂസറിൻ്റെത് authentication.py എന്ന് പറഞ്ഞൊരു ഫയലിനകത്ത് ഉണ്ടാവും. ഒരു സെക്കൻഡ്, ഇത് അവിടെ കിടപ്പുണ്ട്, authentication.py. ഇതിൽ 2 എണ്ണം ഉണ്ട്, 2 സെയിം ആണ്. ഇത് ചെറിയ എറർ ഉള്ളതാണ്. authentication on. എന്ന് പറഞ്ഞ് കിടക്കുന്നില്ലേ. ഇതിൽ മെയിൻ നിങ്ങൾക്ക് വേണ്ട ഫയൽ authentication ആണ്. 2 സെയിം കോഡ് തന്നെയാണ്. ഇത് നമ്മുടെ യൂസറിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ യൂസർ രജിസ്ട്രേഷൻ ചെയ്യുന്ന വേറൊന്നുമല്ല, ഈ ഒരു ഫംഗ്ഷനകത്ത് ഇതുണ്ട്, യൂസർ നെയിം, പാസ്വേഡ്, ഇമേജ്, ഈസ് അഡ്മിൻ. യൂസറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഫോൾസ് ആണ്. കാരണം യൂസർ അത് നമ്മൾ ബൈനറി അല്ല, നമ്മൾ ബൂളിയനിലാണ് കൊടുത്തേക്കുന്നത്. അതിന് 2 വാല്യൂസേ വരുള്ളൂ, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവിടെ ക്വറി ഇൻസേർട്ട് ഇൻറ്റു യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ക്വറി കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്. പിന്നെ ലോഗിൻ, അത് നമ്മുടെ ലോഗിനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അതാണ് വരുന്നത്. ഓക്കെ, ഫേസ് എൻകോഡിങ് കറക്റ്റ് ആണോ, യൂസർ നെയിം പാസ്വേഡ് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇത് അഡ്മിൻ ആണെന്നുണ്ടെങ്കിൽ വെൽക്കം അഡ്മിൻ എന്ന് കാണിക്കണം, അല്ല യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇത് കാണിക്കണം. ഓക്കെ, ബട്ട് അഡ്മിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റേതിനകത്താണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ജസ്റ്റ് ആ ഒരു ഇവിടുന്ന് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അഡ്മിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യാനും ക്വിസ് സ്റ്റാർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ പ്രധാനമായിട്ടും ഇന്നത്തെ database.py എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, അത് ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഡാറ്റാബേസുമായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫയലാണ്. ഓക്കെ, ഈ ഫയൽ ഇങ്ങനെ കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴപ്പോഴും ഇതിനെ കോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ init.db എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മാത്രം വിളിച്ചാൽ മതി. ഈ ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു ഫയലിനകത്ത് നമ്മൾ ഇമ്പോർട്ട് ഡാറ്റാബേസ് എന്ന് ഇത് വേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ കൊടുത്തിട്ട് ഈ ഫംഗ്ഷൻ വിളിച്ചാൽ മാത്രം മതിയാവും. എളുപ്പമാണ്. ഇല്ലെങ്കിൽ ഇത്രയും കോഡ് നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. ഈ സംഭവം നോക്കണ്ട, ഇത് നമ്മൾ ടേബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരിതാണ്. ചില കേസിൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റാണ്, വേറെ ഒന്നുമല്ല. പിന്നെ ഈ ഗൈഡ് അത് നിങ്ങൾക്ക് അത് റൺ ചെയ്യാനുള്ള കാര്യം ഞാൻ ടൈപ്പ് ചെയ്തിട്ടതേ ഉള്ളൂ. ഇൻഡെക്സ് വേണ്ട കേട്ടോ, അത് ഞാൻ മുമ്പ് ഒരിക്കൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇട്ടതാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സെക്ഷനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ നമുക്ക് വ്യൂ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് പറ്റും, ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനും പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് TK Inter എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസാണ് യൂസ് ചെയ്തത്. സ്ട്രീംലിറ്റ് അല്ല, TK Inter. ഓക്കെ, ആ സ്ട്രീംലിറ്റ് ഉപയോഗിച്ചപ്പോൾ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് ലാസ്റ്റ് ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ TK Inter വെച്ചപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, TK അതിൻ്റെ ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാത്തിനും കൃത്യമായിട്ടുള്ള കമൻറ്റുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ വരുന്നത്
നിങ്ങളുടെ ഡാറ്റാബേസ് ഫയൽ ക്വിസ് ഒന്നും വേണ്ട കേട്ടോ, അത് ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്താണ്. നിങ്ങളുടെ ഡാറ്റാബേസ് ഫയൽ എന്ന് പറയുന്നത് യൂസേഴ്സാണ്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വ്യൂ ചെയ്യാൻ പറ്റില്ല. വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് SQLite 3 സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാത്രമേ വ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കറണ്ട് സ്റ്റേറ്റിൽ നമുക്കത് വ്യൂ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ളതൊന്നും വേണ്ട. ലാസ്റ്റ് വരുന്ന ഈ വെബ് ക്യാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ മൾട്ടിപ്പിൾ ടൈം ഉപയോഗിക്കുന്ന സാധനമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്ട്രീംലിറ്റ് വെബ് RTC ഇമ്പോർട്ട് വീഡിയോ ട്രാൻസ്ഫോമർ ബേസ്. ഓക്കെ, ഈ ഒരു സംഭവമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. സ്ട്രീംലിറ്റിനകത്ത് തന്നെ ഉള്ള ഒരു ക്ലാസ്സാണ്. നമ്മളിവിടെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ആ പ്രിവ്യൂ ഒക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, പിന്നെ ഇവിടെ വ്യൂ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇത് അത് ആ ക്വിസിൻ്റെ ആ ഇൻഫർമേഷൻസ് വ്യൂ ചെയ്യാനുള്ളതാണ്. ഓക്കെ, വ്യൂ ചെയ്യാനും അത് ഇൻസേർട്ട് ചെയ്യാനും പുതിയതൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നതിനകത്താണ്. ഓക്കെ, പിന്നെ ഇത് സേവ് ചെയ്യാനൊക്കെ പറ്റും. വ്യൂ, എഡിറ്റ് ആൻഡ് സേവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്.